ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത ഹ്യൂമാനിറ്റീസിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് +1 എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ റിസൾട്ട് വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഒരു ഓണം വെക്കേഷൻ കഴിയുമ്പോഴേക്കും, വെക്കേഷനല്ല ഓണം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, +2ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം ചരിത്രമാണ് ഞാൻ പറയുന്നത്. ചരിത്രത്തിൽ നമുക്ക് 14 ചാപ്റ്ററാണുള്ളത്. ആദ്യത്തെ ചാപ്റ്ററിൽ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളും തകർച്ചകളും ഒക്കെയാണ് അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്ററിൽ രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ, BC 6-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യൻ ഇറ 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ ഇന്ത്യയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിണാമം ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ സാമൂഹിക വ്യവസ്ഥയും സാംസ്കാരിക വികസനവും, BC 600-നും CE 600-നും ഇടയിലുള്ള സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ഗോത്ര നിയമങ്ങൾ, ജാതി വ്യവസ്ഥകളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നാലാമത്തെ ചാപ്റ്ററാണ് സഞ്ചാരികളുടെ കാഴ്ചകളിലൂടെ മധ്യകാല ഇന്ത്യയുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളെ കുറിച്ചാണ് ഇതിനകത്ത് വിശകലനം ചെയ്യുന്നത്. പിന്നെ ഓരോ കാലഘട്ടത്തിലായിട്ട് ഇന്ത്യയിലെത്തിയ വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളും മധ്യകാല ഇന്ത്യയുടെ സാഹചര്യവും ഒക്കെ ഇതിനകത്ത് വിശകലനം ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ ചാപ്റ്റർ ഭക്തി, സൂഫി പാരമ്പര്യങ്ങളാണ്. 8-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന ഭക്തി പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആറാമത്തെ ചാപ്റ്റർ വിജയനഗര സാമ്രാജ്യമാണ്. CE 14 മുതൽ 16 വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു പ്രബല രാജവംശമാണ് വിജയനഗര സാമ്രാജ്യം. അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏഴാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തെക്കുറിച്ചാണ്. 16-17 നൂറ്റാണ്ടുകളിലെ മുഗൾ ഭരണവും അന്നത്തെ കാർഷിക സമൂഹങ്ങളെ പറ്റിയും ഈ ചാപ്റ്ററിൽ വിശകലനം ചെയ്യുന്നുണ്ട്. എട്ടാമത്തെ ചാപ്റ്ററിൽ മുഗൾ രാജാക്കന്മാരും കൊട്ടാര ചരിത്രങ്ങളുമാണ്. അപ്പം CE 16 മുതൽ CE 19 വരെയായിരുന്നു മുഗൾ കാലഘട്ടം. അപ്പോൾ അവരുടെ ചരിത്രങ്ങളാണ് ഇതിനകത്ത് വിലയിരുത്തുന്നത്. ഒമ്പതാമത്തെ ചാപ്റ്ററിൽ കോളനി വാഴ്ചയും ഗ്രാമപ്രദേശങ്ങളുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. 10ാമത്തെ ചാപ്റ്ററിൽ 1857 വിപ്ലവം, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, ബ്രിട്ടീഷ് ആധിപത്യത്തിന് നേരെ ഇന്ത്യയിലുണ്ടായ ആദ്യത്തെ പ്രക്ഷോഭമാണ് 1857 വിപ്ലവം. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഈ 10ാമത്തെ ചാപ്റ്ററിൽ വിശകലനം ചെയ്യുന്നത്. 11ാമത്തെ ചാപ്റ്ററിൽ മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവുമാണ്. 1915 മുതൽ 1948 വരെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി വഹിച്ച പങ്കും അദ്ദേഹം നയിച്ച വിവിധ പരിപാടികളും ഇതിനകത്ത് വിശകലനം ചെയ്യുന്നു, സമരപരിപാടികൾ. പിന്നെ വിഭജനത്തെ മനസ്സിലാക്കൽ, ചാപ്റ്റർ 12 വിഭജനത്തെ മനസ്സിലാക്കൽ, 1947 ആഗസ്റ്റ് 15 ഇന്ത്യ വിഭജനത്തിൻ്റെ ചരിത്രവും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അഭയാർത്ഥി പ്രശ്നങ്ങളുമാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഇനി ചാപ്റ്റർ 13 കേരള ചരിത്രത്തിലെ പ്രാചീനകാലം, മധ്യകാലം എന്ന വ്യത്യസ്ത ഘട്ടങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ചാപ്റ്റർ 14 ആധുനിക കേരളം, 18-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതി മുതലുള്ള കേരളത്തിൻ്റെ ചരിത്രമാണ് ഇതിനകത്ത് വിലയിരുത്തുന്നത്. എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വോളിയങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് മൈക്രോ എക്കണോമിക്സും 2 മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മാക്രോ എക്കണോമിക്സ് എന്നിവയാണ്. അതിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. 6 ചാപ്റ്ററുകളായിട്ടാണ് ഇതിനെ തിരിച്ചേക്കുന്നത്. 1ാമത്തെ ചാപ്റ്ററിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം, അതായത് അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ചാപ്റ്റർ 2 ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം, എങ്ങനെയാണ് ഉപഭോക്താവ് പരമാവധി സംതൃപ്തി കണ്ടെത്തുന്നതെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചാപ്റ്റർ 3 ഉൽപ്പാദനവും ചെലവും, വിവിധതരം ഉൽപ്പാദന ധർമ്മങ്ങളും അതിൻ്റെ പ്രക്രിയയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവുകളുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ ചാപ്റ്ററിൽ പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദക യൂണിറ്റിനെ കുറിച്ചുള്ള സിദ്ധാന്തമാണ്. ഒരു ഉൽപ്പാദന യൂണിറ്റിൻ്റെ വിതരണം, അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, സപ്ലൈ നിയമം, കമ്പോള നിയമം, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 5 കമ്പോള സന്തുലിതാവസ്ഥ,
വില സംവിധാനത്തിലൂടെ എങ്ങനെയാണ് സന്തുലിതാവസ്ഥ വില നിർണ്ണയിക്കുന്നതെന്നും ഡിമാൻഡിലെയും സപ്ലൈയിലെയും ഏറ്റക്കുറച്ചിലുകൾ സന്തുലിത വിലയെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചാപ്റ്റർ 6 മറ്റ് കമ്പോള രൂപങ്ങളാണ്. അതായത് കുത്തക കമ്പോളം, കുത്തക മത്സര കമ്പോളം, അല്പാതിശക്ത കമ്പോളം എന്നിവയെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ 6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഭാഗം 2 ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലും നമ്മൾ 6 ചാപ്റ്ററായിട്ടാണ് ഇവിടെ തിരിച്ചേക്കുന്നത്. ഒന്നാമത്തത് ഇതേപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം, അതിൻ്റെ ഡെഫിനിഷനും വ്യാപ്തിയും ഒക്കെ വിശദമാക്കുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണത്, അതായത് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ രീതി, ഉൽപ്പന്ന രീതി, ചെലവ് രീതി, അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ പണവും ബാങ്കിങ്ങും, അതായത് പണമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ പൂർവികർ ഏതൊക്കെ മാർഗ്ഗങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചാപ്റ്റർ 4 വരുമാന നിർണ്ണയമാണ്. അതായത് ഗാർഹിക മേഖല, ഉൽപ്പാദന മേഖല എന്നിവ മാത്രമുള്ള സമ്പദ് വ്യവസ്ഥയിലെ സന്തുലിത വരുമാനം എങ്ങനെ നിർണ്ണയിക്കാമെന്നും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 5 ഗവൺമെൻറ് ബജറ്റും അനുബന്ധ വിവരങ്ങളും, ഗവൺമെൻറ് ബജറ്റ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഘടകങ്ങൾ, പിന്നെ ചെലവ് വരവിനേക്കാൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന വിവിധ കമ്മികളെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ചാപ്റ്റർ 6 തുറന്ന സമ്പദ് വ്യവസ്ഥയും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും, അതായത് ആധുനിക സമ്പദ് വ്യവസ്ഥകളും തുറന്ന സമ്പദ് വ്യവസ്ഥയാണ്. എല്ലാ വ്യവസ്ഥകളും തന്നെ, ആധുനിക സമ്പദ് വ്യവസ്ഥകളെല്ലാം തന്നെ തുറന്ന സമ്പദ് വ്യവസ്ഥകളാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കയറ്റുമതി, ഇറക്കുമതി, വ്യാപാര ഉടമ്പടികൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, ക്ലാസ് തുടങ്ങുമ്പോഴേക്കും ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളിടും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്